ഷെങ്കൻ കൺട്രിയിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് പഠിച്ചാൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പഠിച്ചാൽ ബാക്കി 26 രാജ്യങ്ങളും ജോലി ചെയ്യാം എന്ന് വിചാരിച്ച് ഒരു സ്റ്റഡി അബ്രോഡിന് വേണ്ടി പോകാനിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇംഗ്ലീഷ് കൂടാതെ അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് മറ്റു പലതുമാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജിൽ ഫ്ലുവൻസി ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ബൾഗേറിയൻ, ചെക്ക്, ഡാനിഷ്, ജർമ്മൻ, ഗ്രീക്ക്, സ്പാനിഷ്, എസ്റ്റോണിയൻ, ഫിന്നിഷ്, ഫ്രഞ്ച്, ഐറിഷ്, ക്രൊയേഷ്യൻ, ഹംഗേറിയൻ, ഇറ്റാലിയൻ, ലിറ്റ്വാനിയൻ, ലാറ്റ്വിയൻ, മാൾട്ടീസ്, ഡച്ച്, പോളിഷ്, പോർച്ചുഗീസ്, റൊമാനിയൻ, സ്ലോവാക്ക്, സ്ലൊവീൻ, സ്വീഡിഷ്. ഇതൊക്കെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പല പല ലാംഗ്വേജുകളാണ്. സോ ഈ രാജ്യങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ സ്പെയിനിൽ പോകുന്നവന് സ്പാനിഷും, ഫ്രാൻസിൽ പോകുന്നവന് ഫ്രഞ്ചും, ഇറ്റലിയിൽ പോകുന്നവന് ഇറ്റാലിയനും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ജോലി ലഭിക്കുകയില്ല. സോ 27 രാജ്യങ്ങളിൽ ജോലി ചെയ്യാം, ട്രാവൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അവിടേക്ക് പഠിക്കാൻ ചാടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു സ്റ്റഡി വിസയ്ക്ക് ട്രൈ ചെയ്യുക.